കോതമംഗലം CPIM ഏരിയ സമ്മേളനം സമാപിച്ചു. സമാപന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം A.A. റഹീം ഉദ്ഘാടനം ചെയ്തു. റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. കോതമംഗലത്തെ ചുവപ്പണിയിച്ച് കോതമംഗലം CPIM ഏരിയ സമ്മേളനത്തിന് പ്രൗഢോജ്വല സമാപനം. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രകടനം ചെറിയ പള്ളിത്താഴത്തു നിന്നും ആരംഭിച്ചു. യുവാക്കളും യുവതികളും അണിനിരുന്ന ചുവപ്പ് സേന പരേഡ്, ബാൻഡ് സെറ്റ്, ശിങ്കാരിമേളം, പൂക്കാവടി, ഗരുഡൻ തൂക്കം, കരകാട്ടം, തെയ്യം, വിവിധ കേരളീയ കലാരൂപങ്ങൾ എന്നിവ പ്രകടനത്തിന് മിഴിവേകി. തുടർന്ന് കോടിയേരി ബാലകൃഷ്ണൻ നഗർ എന്ന് നാമകരണം ചെയ്ത തങ്കളം ലോറി സ്റ്റാൻഡിൽ നടന്ന പൊതുസമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം A.A. റഹീം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2014-24 വർഷത്തിനിടയിൽ ഇന്ത്യയിലെയല്ല ലോകത്തിലെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന അതിസമ്പന്നരെ പിന്നിലാക്കി വളർന്നു വലുതായി. ഇന്ത്യയിലെ സംഘപരിവാര രാഷ്ട്രീയത്തിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വ്യാപനത്തോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഒരു കോർപ്പറേറ്റ് ഉദയം ചെയ്യുകയും വളരുകയും ചെയ്യും. 2014 മുതൽ 10 വർഷക്കാലത്തെ മോദിയുടെ വളർച്ച, രാഷ്ട്രീയ വളർച്ച, സംഘപരിവാറിന്റെ രാഷ്ട്രീയ ബിജെപിയുടെയും അവസ്ഥയല്ല, അംഗബലമല്ല. ഈ പുതിയ അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്ത അദാനിയെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്ന ഈ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ നിന്ന് കൊണ്ടുവരണം. ഇന്ന് ബിജെപി ദുർബലമാണ്. ആ ദുർബലാവസ്ഥയിൽ ബിജെപി ശ്രമിക്കുന്നത് അദാനി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാവുന്നത്, എങ്ങനെയാണ് അദാനി വളർന്നത്? ഇന്ത്യയിലെ ബിസിനസ് സാമ്രാജ്യത്തിലെവിടെയും ഒരു വലിയ പ്രതിഭാസമായിരുന്നില്ല, സാധ്യമായിരുന്നില്ല അദാനി ഗൗരവമായി. 2014 പ്രധാനമന്ത്രിയായി സംഘാടക സമിതി ചെയർമാൻ ആന്റണി ജോൺ MLA അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം S. സതീഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R. അനിൽകുമാർ, ഏരിയ സെക്രട്ടറി K.A. ജോയ്, ഏരിയ കമ്മിറ്റി അംഗം P.P. മൈദീൻ ഷാ എന്നിവർ സംസാരിച്ചു. സമ്മേളനാനന്തരം കലാഭവൻ ശശി കൃഷ്ണയുടെ സ്റ്റേജ് പ്രോഗ്രാം അരങ്ങേറി. മീഡിയ 60 കോതമംഗലം.